കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാട്ടോ. ഓൾറെഡി ഞാൻ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വരുന്നതിന് മുമ്പ് അതൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിൻ്റെ കൂടെ കുക്കുംബറും ക്യാരറ്റും കഴിക്കാറുണ്ട്. ഞാൻ കുക്കുംബറും ക്യാരറ്റും അരിയുമ്പോഴേക്കും ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങുപ്പേരും തൈര് കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രിക്കത്തെ ഫുഡാക്കാൻ വേണ്ടി നോക്കി. ഇന്ന് രാത്രിത്തേക്ക് മധുരക്കിഴങ്ങാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മധുരക്കിഴങ്ങ് എന്നാട്ടോ പറയാറ്. പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ പണിയെടുത്തിട്ടിരിക്കും കേട്ടോ. ഈ മാസത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കബോർഡ് വൃത്തിയാക്കിയിട്ട് കയറ്റാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ കബോർഡ് വൃത്തിയാക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഞാൻ എപ്പോഴും കബോർഡ് വൃത്തിയാക്കുമ്പോൾ ഓരോ കബോർഡിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് തിരയേണ്ട കാര്യം ഉണ്ടാവില്ല. ഏത് കബോർഡിലുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റേ. പിന്നെ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ വെട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ രാത്രിത്തെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ മധുരക്കിഴങ്ങ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കഴിക്കാൻ എനിക്കിഷ്ടമായി കേട്ടോ. പിന്നെ മേടിച്ച സാധനങ്ങളെല്ലാം ടിന്നിലാക്കി അടച്ച് വെച്ച്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. നല്ല മല്ലിപ്പൊടിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വറുത്ത മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ലിസ്റ്റ് എഴുതി ഒട്ടിച്ചു കേട്ടോ.